അപരാധമാണ്, ഒരു ലക്ഷറി അപരാധം എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷറി അപരാധം സൂര്യക്ക് വേണ്ടിയിരുന്നില്ല. ഇതൊരു ജയൻ രവിയോ അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ട ഒരു പടമാണ്, അത്രേ ഉള്ളൂ. സൂര്യക്ക് പറ്റിയ ഒരു പടമല്ല. സെക്കൻഡ് ഹാഫ് വലിച്ചു നീട്ടി പടം കൊളായി കളഞ്ഞു. സൂര്യയുടെ പടം ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇമോഷണൽ മൂവിയാ, ബട്ട് നൈസ് മൂവി. അയ്യോ അടിപൊളിയാ, ഞാൻ സൂര്യ ഫാനാ. അടിപൊളി നൈസ് പടം, നല്ല പടം, ഫാമിലി പടം, ഫീൽ ഗുഡ് എല്ലാവരും കണ്ടോ, കിട്ടുന്ന പടം, ഫാമിലി പടം. മോനെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് പൊളിയായിരുന്നു. നമുക്ക് എന്നെ ഇൻട്രസ്റ്റിംഗ് ഫാമിലി ടെൻഡർ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വലിച്ചു നീട്ടി പടം കൊളായി കളഞ്ഞു. എന്നുവെച്ചാൽ വളരെ മോശമായി കളഞ്ഞു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആളിനെ കൊണ്ട് നല്ലൊരു രംഗം കൊണ്ട് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മളെ പെണ്ണായ മമതയും സൂര്യ എല്ലാം ഓക്കെയാണ്. ഫൈറ്റ് സീൻസ് എല്ലാം ഓക്കെയാണ്, സോങ്സ് എല്ലാം ഓക്കെയാണ്. എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. ബാക്കി പടം നമുക്ക് വർത്തില്ല എന്ന് തന്നെ പറയാം. ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റർ. അടിപൊളിയായിരുന്നു. അടിപൊളി, സൂപ്പർ ആയിരുന്നു. കോമഡി ഉണ്ട്, അടിയുണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പടം നല്ല പടമാണ്. ഞാൻ സൂര്യയുടെ പടം ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എനിക്ക് ഒരു ആവറേജ് ഫീലാണ്. സിനിമ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഒരു സീരിയൽ ലെവലിലാണ് സിനിമ പോകുന്നത്. പ്രത്യേകിച്ച് സൂര്യയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആക്ഷൻ, ഇത് കറുപ്പ് സിംഗം പോലുള്ള ഒരു ആക്ഷൻ, അല്ലെങ്കിൽ സുറൈ പോട്ടർ വാരണമായിരം പോലുള്ള ഒരു ക്ലാസ് പടം. സൂര്യയ്ക്ക് പെർഫോമൻസ് ചെയ്യേണ്ട ഒരു സ്പേസ് ഈ സിനിമയിൽ അധികം വന്നിട്ടില്ല. മെയിൻ ഒരു സീരിയൽ ലെവലിൽ തന്നെയാണ് സിനിമ പോകുന്നത്. പിന്നെ ഒരു ലക്ഷറി ലെവലിൽ സിനിമ എടുത്തിട്ടുണ്ട്. അപരാധമാണ്, ഒരു ലക്ഷറി അപരാധം എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷറി അപരാധം സൂര്യക്ക് വേണ്ടിയിരുന്നില്ല. ഇതൊരു ജയൻ രവിയോ അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ട ഒരു പടമാണ്, അത്രേ ഉള്ളൂ. സൂര്യക്ക് പറ്റിയ ഒരു പടമല്ല.